നമസ്കാരം. അപ്പോൾ നമ്മളെ മൂന്നാമത്തെ ക്ലാസ്സിലേക്കാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടിട്ടുണ്ട്. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കണം. ഞാൻ മലയാളം മീഡിയത്തിലും ഇംഗ്ലീഷ് മീഡിയം കണക്കാക്കിയാണ് ക്വസ്റ്റ്യൻ എഴുതിയെടുക്കണം. ഇനി അത് നോക്കി എഴുതിയെടുക്കാൻ പറ്റില്ല എങ്കിൽ ടെസ്റ്റ് നോക്കി എഴുതിയാലും മതി. നിങ്ങളില്ലേ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ക്ലാസ് നമ്മളെ മാത്സ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും നിങ്ങൾ എടുത്തു വെച്ചിട്ട് വേണം ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ. നമുക്ക് അധികം ആവശ്യമുള്ളത് എഴുതിയെടുക്കേണ്ടതാണ്. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ പുസ്തകത്തിൽ 36-ാമത്തെ പേജിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ്. യെസ്, ക്വസ്റ്റ്യൻ എഴുതിയെടുത്തല്ലോ, എല്ലാവരും എഴുതിയെടുത്തല്ലോ. ഇതാണ് ക്വസ്റ്റ്യൻ. എ മാൻ ഇൻവെസ്റ്റഡ് 10,000 rupees split into 2 schemes at annual rate of interest 8% and 9%. After 1 year, he got 875 rupees as interest from both. How much did he invested in each? ഒരു മനുഷ്യൻ 10,000 രൂപ 2 സ്കീമിലായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഒരു ബാങ്കിൽ നിക്ഷേപിച്ചു. ബാങ്ക് കൊടുക്കുന്ന ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആനുവൽ റേറ്റ് ഇൻട്രസ്റ്റ് ആണ് എത്ര? 8%, 9%. ഒരു വർഷം കഴിഞ്ഞിട്ട് അയാൾക്ക് 875 രൂപ പലിശ ഇനത്തിൽ കിട്ടി. ഒരു വർഷം കഴിഞ്ഞിട്ടാണ്. ഓർമ്മിക്കുക, ഇവിടെ ഇൻട്രസ്റ്റ് കണക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആനുവൽ റേറ്റ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. 8ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇൻട്രസ്റ്റ് പല രീതിയിലാണ് ബാങ്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഹാഫ് ഇയർലി ഇൻട്രസ്റ്റ്, ക്വാർട്ടർലി ഇൻട്രസ്റ്റ്. ഈ പ്രത്യേകിച്ച് ഈ 3 തരത്തിലുള്ള ഇൻട്രസ്റ്റ് ആണ് സാധാരണഗതിയിൽ ബാങ്ക് കണക്കാക്കുന്നത്. വ്യത്യസ്തങ്ങളായിട്ടും ഉണ്ട്. ഇപ്പോൾ പുതിയ ബാങ്കിങ് സിസ്റ്റം അനുസരിച്ച് അതിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. എങ്കിലും ജനറലായി ഈ 3 തരത്തിലാണ്: ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഹാഫ് ഇയർലി ഇൻട്രസ്റ്റ്, ക്വാർട്ടർലി ഇൻട്രസ്റ്റ്. എന്ന് പറഞ്ഞാൽ വാർഷികമായി പലിശ കണക്കാക്കും. വർഷത്തിന്റെ പകുതി ആവുമ്പോൾ അതിനെ അർദ്ധവാർഷികമായി പലിശ കണക്കാക്കും. വർഷത്തിന്റെ 4/1 ഭാഗം അതിനാണ് നമ്മളൊന്ന് ക്വാർട്ടർലി എന്ന് പറയുന്നത്, അല്ലേ? പാദവാർഷികമായി പലിശ കണക്കാക്കും. ഇവിടെ ഇപ്പോൾ പലിശ കണക്കാക്കുന്നത് വാർഷികമായിട്ടാണ്. വാർഷികമായി പലിശ കണക്കാക്കുന്ന സ്കീമിലാണ് ഈ 10,000 രൂപ 2ആയി സ്പ്ലിറ്റ് ചെയ്ത് നിക്ഷേപിച്ചത്. അതിൽ ഒരു സ്കീമിൽ നിക്ഷേപിക്കുന്നതിൽ കിട്ടുന്ന വാർഷിക പലിശ എന്ന് പറയുന്നത് 8%. പെർസെൻറ്റേജ് മീൻസ് 100-ന്, 100-ന് എന്നാണ്. 100-ന് എത്ര എന്ന് കാണിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പെർസെൻറ്റേജ്. 8% മീൻസ് 100 രൂപയ്ക്ക് ഒരു വർഷത്തെ പലിശ 8 രൂപ എന്നാണ്. 9% ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തിനാണ്? 100 രൂപയ്ക്ക് ഒരു വർഷത്തെ പലിശ 9 രൂപയാണ്. നമ്മുടെ നാട്ടിൻപുറത്തെ പലിശയാണ്. മാസം തോറും പലിശ ചെന്ന് വാങ്ങുന്നതും കൊടുക്കുന്നതും അങ്ങനെയാണ്. പക്ഷെ ബാങ്ക് പലിശ കാൽക്കുലേറ്റ് ചെയ്യുന്ന എപ്പോഴും വാർഷികമായിട്ടാണ്. അവർ പബ്ലിഷ് ചെയ്യുന്ന പലിശയെ നമ്മൾ വാർഷിക പലിശയായിട്ടാണ് ഇപ്പോഴും കണക്കാക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം. ഇവിടെ ഇപ്പോൾ ടോട്ടൽ എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റഡ്, അയാൾ ഇൻവെസ്റ്റ് ചെയ്ത ടോട്ടൽ എമൗണ്ട്, ആകെ തുക എന്ന് പറയുന്നത് എത്രയാണ്? ടോട്ടൽ എമൗണ്ട് ഇൻവെസ്റ്റഡ്, അയാൾ നിക്ഷേപിച്ച ആകെ തുക എന്ന് പറയുന്നത് 10,000 രൂപയാണ്. 10,000 രൂപ, 10,000 rupees. നിക്ഷേപിച്ച ആകെ തുക, മലയാളം മീഡിയം കയറി എഴുതാൻ വേണ്ടിയാണ്. നിക്ഷേപിച്ച ആകെ തുക സമം 10,000. ആകെ തുക എന്ന് പറയുന്നത് 10,000 രൂപയാണ്. നിക്ഷേപിച്ച ആകെ തുക. അത് 2 സ്കീമിലാണ് നിക്ഷേപിച്ചത്. 2 സ്കീമിൽ. ഓരോ സ്കീമിലും നിക്ഷേപിച്ച തുക എത്രയാണെന്ന് പറയുന്നില്ല. അപ്പോൾ ഫസ്റ്റ് സ്കീമിൽ നിക്ഷേപിച്ച തുക നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതിനൊരു പേര് കൊടുക്കാം.
എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ഫസ്റ്റ് സ്കീം എത്ര? നമുക്കൊരു പേര് കൊടുക്കാം. എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ഫസ്റ്റ് സ്കീം. എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ഫസ്റ്റ് സ്കീം. ഫസ്റ്റ് സ്കീമിൽ നിക്ഷേപിച്ച എമൗണ്ട് നമുക്കറിയില്ല, അതുകൊണ്ട് നമ്മൾ എന്താ പേര് കൊടുത്തത്? എക്സ്. എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ഫസ്റ്റ് സ്കീം എത്രയാണ് നമ്മൾ പറഞ്ഞു? എക്സ്. മലയാളത്തിൽ പറയുമ്പോൾ ആദ്യ സ്കീമിൽ നിക്ഷേപിച്ച എമൗണ്ട്. ആദ്യ സ്കീമിൽ നിക്ഷേപിച്ച തുക എത്രയാണ്? എക്സ്. ആദ്യ സ്കീമിൽ നിക്ഷേപിച്ച തുക സമം എക്സ്. അപ്പൊ ഫസ്റ്റ് സ്കീമിൽ നിക്ഷേപിച്ച തുക എക്സ്. മൊത്തം എമൗണ്ട് എന്ന് പറയുന്നത് 10,000 രൂപയാണ്. അതിൽ ആദ്യ സ്കീമിൽ നിക്ഷേപിച്ച തുക എക്സ് എങ്കിൽ രണ്ടാമത്തെ സ്കീമിൽ നിക്ഷേപിച്ച തുക എത്ര? ഫോർ എക്സാമ്പിൾ മൊത്തം നിക്ഷേപിച്ച തുക 10,000 രൂപയാണ്. ഉദാഹരണത്തിന് ഞാൻ പറയാണ്, ആദ്യ സ്കീമിൽ നിക്ഷേപിച്ചത് 4,000 രൂപ എങ്കിൽ രണ്ടാമത്തെ സ്കീമിൽ നിക്ഷേപിച്ച തുക എത്ര? മൊത്തം 10,000 ഉള്ളൂ. ആദ്യ സ്കീമിൽ 4,000, ഇനി മിച്ചം എത്രയുണ്ട്? 6,000. എങ്ങനെ കിട്ടി? 10,000-ൽ നിന്നും ടോട്ടൽ എമൗണ്ടിൽ നിന്നും ആദ്യ സ്കീമിൽ നിക്ഷേപിച്ച എമൗണ്ടിന് എന്ത് ചെയ്തു? മൈനസ് ചെയ്തു. അപ്പോ ആദ്യ സ്കീമിൽ നിക്ഷേപിച്ച തുക എക്സ്. അപ്പോ എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ സെക്കൻഡ് സ്കീം ഈക്വൽ ടു എത്ര? 10,000 മൈനസ് എക്സ്. രണ്ടാമത്തെ സ്കീമിൽ നിക്ഷേപിച്ച തുക സമം 10,000 മൈനസ് എക്സ്. മലയാളം മീഡിയം കയറി മലയാളം മാത്രം എഴുതുക, ഇംഗ്ലീഷ് മീഡിയം കയറി ഇംഗ്ലീഷ് മാത്രം എഴുതുക. രണ്ടുപേർക്കും കൂടി ചേർത്താണ് എഴുതുന്നത്. അപ്പോൾ ഇപ്പോൾ രണ്ട് സ്കീമിലും നിക്ഷേപിച്ച തുകയായി. ഫസ്റ്റ് സ്കീമിൽ നിക്ഷേപിച്ച തുക എക്സ്, സെക്കൻഡ് സ്കീമിൽ നിക്ഷേപിച്ച തുക 10,000 മൈനസ് എക്സ്. ഓക്കെ. ഇനി ഇവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്. എത്ര? ഒരു 8%, 9%. പക്ഷേ ഏത് സ്കീമിനാണ് 8%, ഏത് സ്കീമിനാണ് 9% എന്നൊന്നും എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. അപ്പം പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരൊറ്റ പണിയേ ഉള്ളൂ. എന്താ പണി? നമ്മൾ ക്രമമായിട്ട് എടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് എടുക്കുമ്പോൾ ആദ്യ സ്കീമിൽ 8% എന്ന് എഴുതുക, രണ്ടാമത്തെ സ്കീമിന് 9%. അങ്ങനെ എടുക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഏത് സ്കീമിലാണ് 8%, ഏത് സ്കീമിനാണ് 9% പറയാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പൊ ഇത്രയും എഴുതി എടുത്തിട്ടുണ്ടല്ലോ. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ദ ഇൻട്രസ്റ്റ് got from the first scheme. The interest got from the first scheme. ഫസ്റ്റ് സ്കീമില് എമൗണ്ട് എത്രയാണ് പറഞ്ഞത്? ഫസ്റ്റ് സ്കീമിന്റെ എമൗണ്ട്, ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എക്സ്. ഫസ്റ്റ് സ്കീമിലെ ഇൻട്രസ്റ്റ് നമ്മളിപ്പോൾ പറയുന്നു 8%. അപ്പോ 8% മീൻസ് 100-ന് 8 രൂപയാണ്. യെസ്, ദ ഇൻട്രസ്റ്റ് ഗോട്ട് ഫ്രം ദ ഫസ്റ്റ് സ്കീം. ഫസ്റ്റ് സ്കീമിൽ നിന്ന് ലഭിക്കുന്ന ഇൻട്രസ്റ്റ്, ഫസ്റ്റ് സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് എത്ര? എക്സ്. ഇൻട്രസ്റ്റ് എത്ര? 8%. 8% മീൻസ് 100-ന് 8. 100 രൂപയ്ക്ക് 8 രൂപ. 100 രൂപയ്ക്ക് 8 രൂപയാണെങ്കിൽ എക്സ് രൂപയ്ക്ക് എത്ര? എങ്ങനെ കണ്ടുപിടിക്കും? 100 രൂപയ്ക്ക് 8 രൂപ എങ്കിൽ എക്സ് രൂപയാണല്ലോ, എക്സ് രൂപയ്ക്കാണല്ലോ കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് എക്സ് എങ്കിൽ ഫസ്റ്റ് സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടിന് 1 വർഷം ലഭിക്കുന്ന ഇൻട്രസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കും? 100 രൂപയ്ക്ക് 8 രൂപ
എങ്കിൽ എക്സ് രൂപയ്ക്ക് എത്ര എത്ര 100-ന് 8 ഗുണം എക്സ് അത്രേ ഉള്ളൂ. നമ്മളൊരു തേങ്ങാപ്പഴത്തിന് 20 രൂപ, അങ്ങനെയാണെങ്കിൽ 5 തേങ്ങാപ്പഴത്തിന് എത്ര എത്ര 20 ഗുണം 5 ഇത്ര തന്നെ. അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. എങ്ങനെ 100-ന് എത്രയാണ് ഇവിടെ പറയണത്? എത്ര 100-ന് 8 എങ്കിൽ എക്സിന് എത്ര? അപ്പൊ 100-ന് 8 ഇൻറ്റു എക്സ്, ദാറ്റ് മീൻസ് 100-ൽ 8x. അപ്പോ ഇൻട്രസ്റ്റ് ഗോട്ട് ഫ്രം ദ ഫസ്റ്റ് സ്കീം ഈക്വൽ ടു 100-ൽ 8x. മലയാളത്തിൽ എഴുതുമ്പോൾ ഒന്നാമത്തെ സ്കീമിൽ കിട്ടുന്ന പലിശ സമം 100-ൽ 8 ഇൻറ്റു എക്സ് സമം 100-ൽ 8x. ഓക്കെ, ശരിയാണല്ലോ. സെയിം ആസ് ഇതുപോലെ തന്നെയാണ് നമ്മൾ സെക്കൻഡ്. അടുത്ത് എങ്ങനെ ഒന്നാമത്തെ സ്കീമിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 100-ൽ 8x എന്ന് കിട്ടി. അപ്പോ the interest got from the second scheme. അതേപോലെ നേരത്തെ നമ്മൾ ചെയ്ത അതേപോലെയാണ് ഇത്. ഇൻട്രസ്റ്റ് got from the second scheme. എങ്ങനെ കണ്ടുപിടിക്കും? നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ. എങ്ങനെ 100 സെക്കൻഡ് സ്കീമിൽ ഇൻട്രസ്റ്റ് എത്ര എന്നാ പറഞ്ഞത്? ഫസ്റ്റ് സ്കീമില് 8%, സെക്കൻഡ് സ്കീമില് 9%. 100-ൽ 9 ഇൻറ്റു എങ്ങനെ 10,000 മൈനസ് എക്സ്. വേണമെങ്കിൽ ഇങ്ങനെ ഇട്ടുള്ള 100-ൽ 9 ഇൻറ്റു 10,000 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ അതിനെങ്ങനെ മാറ്റി എഴുതാം? അങ്ങനെ അതിനെ വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം. അല്ലെങ്കിൽ അവിടെ ഇപ്പോഴത്തെ തൽക്കാലം അങ്ങനെ തന്നെ കിടന്നോട്ടെ. The interest got from the second scheme equal to 100-ൽ 9 ഇൻറ്റു 10,000 മൈനസ് എക്സ്. വേണമെങ്കിൽ അതിനെ സിംപ്ലിഫൈ ചെയ്യാം. 100-ൽ 9 ഇൻറ്റു 10,000 അപ്പൊ എത്ര കിട്ടും? 9 ഇൻറ്റു 10,000 മൈനസ് എക്സ് മീൻസ് 9 കൊണ്ട് 10,000 മൈനസ് എക്സിനെ ഇൻറ്റു ചെയ്യണം എന്ന് പറഞ്ഞാലോ ഗുണിക്കണം. അപ്പൊ 9 ഇൻറ്റു 10,000 അറിയാമല്ലോ. ഒരു നമ്പറിനെ ഇതേപോലെ ഗുണിക്കണം. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1 സീറോ എടുത്താൽ മതി. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2. ഇവിടെ ഇപ്പൊ എത്ര സീറോ ഉണ്ട്? 4 സീറോ. അപ്പൊ നമ്മൾ 4 സീറോയും കൊടുക്കുക. അപ്പൊ എത്ര? 90,000. പിന്നെ 9 ഇൻറ്റു നെഗറ്റീവ് എക്സ്, അപ്പൊ നെഗറ്റീവ് 9x. ഓക്കെ. The interest got from the second scheme equal to 90,000 minus 9x divided by 100. അപ്പൊ അതിന് മലയാളത്തിൽ എഴുതുമ്പോൾ രണ്ടാമത്തെ സ്കീമിൽ നിന്നും കിട്ടുന്ന പലിശ സമം ബാക്കിയല്ലേ ഇതുപോലെ തന്നെ. ഇതിനെ എഴുതുക. ഇതാ 9/100 ഇൻറ്റു 10,000 മൈനസ് എക്സ്. ആൻസർ 100. ഇത് ഈ സ്റ്റെപ്പ് കൂടി എഴുതിക്കൊള്ളണം നിങ്ങൾ. 100 മുകളില് എത്ര? 90,000 മൈനസ് 9x. ഓക്കെ. അപ്പോ നമുക്കിപ്പോ 2 ഇൻട്രസ്റ്റ് കിട്ടി. എമൗണ്ട് അല്ല, സോറി, the interest got from the first scheme അതെത്ര? 8x divided by 100. The interest got from the second scheme 90,000 minus 9x divided by 100. ഇനി ക്വസ്റ്റ്യനിൽ തന്നെ the total amount of interest got from the two schemes അല്ലെങ്കിൽ the total amount of interest got from both the schemes. 2 സ്കീമിലും കൂടെ ലഭിക്കുന്ന ആകെ ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്. എത്ര രൂപ? 875. അപ്പൊ നമ്മൾ അത് എഴുതണം.
the total amount got from both schemes. The total amount got from both schemes എത്രയാണ് 875 രൂപ. 875 രൂപ. ഇതാണ് രണ്ട് സ്കീമിലും കൂടി ലഭിക്കുന്ന ആകെ ഇൻട്രസ്റ്റ്. ഒരു വർഷം ലഭിക്കുന്ന ആകെ ഇൻട്രസ്റ്റ് 875 രൂപയാണ്. ഏതൊക്കെ രണ്ട് സ്കീം? ദ ഇൻട്രസ്റ്റ് ഗോട്ട് ഫ്രം ദ ഫസ്റ്റ് സ്കീം അത് എത്ര? 8x ഡിവൈഡഡ് ബൈ 100 പ്ലസ്, മനസ്സിലാവല്ലോ, രണ്ട് സ്കീമിലും കൂടെ ലഭിക്കുന്ന ആകെ ഇൻട്രസ്റ്റ് ആണ് എത്ര നമ്മൾ പറഞ്ഞത്? 875 രൂപ. രണ്ട് സ്കീം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സ്കീം, നിങ്ങൾ നോട്ട്ബുക്ക് നോക്കണം. ഒന്നാമത്തെ സ്കീമിൽ ലഭിക്കുന്ന എമൗണ്ട് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്രയാണ് ഒന്നാമത്തെ സ്കീമിൽ ലഭിക്കുന്ന എമൗണ്ട്? 8x by 100. നോട്ട്ബുക്ക് ഓക്കെ എഴുതിയിട്ടുണ്ടല്ലോ. രണ്ടാമത്തെ സ്കീമിൽ ലഭിക്കുന്ന ടോട്ടൽ എമൗണ്ട് ഇൻട്രസ്റ്റ് എത്ര എന്ന് എഴുതി വെച്ചിട്ടുണ്ട്? 90,000. 90,000 മൈനസ് 9x ഡിവൈഡഡ് ബൈ 100. ഇവര് രണ്ടുപേരും കൂടെ കൂട്ടുമ്പോഴാണ് എത്ര കിട്ടുന്നത്? 875 രൂപ കിട്ടുന്നത്. ഓക്കെ, ഓർമ്മിക്കാമല്ലോ. നമ്മൾ എഴുതിയിരിക്കുന്ന രണ്ട് സ്റ്റെപ്പ് ഒന്നുകൂടി ശ്രദ്ധിക്കുക. ദ ടോട്ടൽ എമൗണ്ട് ഗോട്ട് ഫ്രം ബോത്ത് സ്കീംസ്. മലയാളം മീഡിയം എഴുതിക്കൊണ്ട് രണ്ട് സ്കീമുകളിൽ നിന്നായി ലഭിക്കുന്ന ആകെ പലിശ. ടോട്ടൽ എമൗണ്ട് എന്നാണ്, അത് ടോട്ടൽ ഇൻട്രസ്റ്റ് ആണ്. ഒന്ന് തിരുത്തി എഴുതിക്കൊണ്ടേ. ടോട്ടൽ ഇൻട്രസ്റ്റ് എമൗണ്ട് അല്ല, ടോട്ടൽ ഇൻട്രസ്റ്റ് ഗോട്ട് ഫ്രം ബോത്ത് സ്കീംസ്. രണ്ട് സ്കീമിലായി ലഭിക്കുന്ന ആകെ ഇൻട്രസ്റ്റ് ആണ് 870 രൂപ. രണ്ട് സ്കീമുകളിൽ നിന്ന് ലഭിക്കുന്ന ആകെ പലിശ സമം 875 രൂപ. രണ്ട് സ്കീം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്കീമും സെക്കൻഡ് സ്കീമും. ഇവിടെ ഫസ്റ്റ് സ്കീമിൽ ലഭിക്കുന്ന പലിശ എത്ര? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. നോട്ട്ബുക്ക് ഒന്നുകൂടി നോക്കിക്കൊള്ളൂ. 8x ഡിവൈഡഡ് ബൈ 100. രണ്ടാമത്തെ സ്കീമിൽ ലഭിക്കുന്ന പലിശ എത്രയാണ്? ഇതാ എഴുതി വെച്ചിട്ടുണ്ട്. ഇവ രണ്ടും കൂടെ കൂട്ടുമ്പോഴാണ് എത്ര കിട്ടുന്നത്? 875. ഓക്കെ, അപ്പൊ ഇനി ഇതിന്റെ സിംപ്ലിഫിക്കേഷൻ ആണ് നമ്മുടെ ജോലി. ഇപ്പൊ നമ്മൾ ഇക്വേഷൻ ആയിട്ടുണ്ട്. ഓക്കെ, ഈ ഇക്വേഷനെ സിംപ്ലിഫൈ ചെയ്യുകയാണ് ഇനി നമ്മുടെ ജോലി എന്നുള്ളത്. ബാക്കിയെല്ലാം ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് ഏതാ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓരോ സ്കീമിലും ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് എത്ര. ഓരോ സ്കീമിലും ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട്, ഫസ്റ്റ് സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടിന് നമ്മൾ കൊടുത്ത പേരാണെന്ന് തോന്നുന്നത് എക്സ്. സെക്കൻഡ് സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടിന്റെ പേരാണ് നമ്മൾ എന്താണ് കൊടുത്തിട്ടുള്ളത്? 10,000 മൈനസ് എക്സ്. അപ്പൊ ആൻസർ കണ്ടെത്തണമെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് ആരുടെ വാല്യൂ കിട്ടണം? എക്സിന്റെ വാല്യൂ കിട്ടണം. ശരിയല്ലേ? എക്സിന്റെ വാല്യൂ നമ്മൾ നേരത്തെ പറഞ്ഞു. ഈ എക്സിന്റെ വാല്യൂ ഇപ്പോ 3000 ആണ് എക്സ് എങ്കിൽ സെക്കൻഡ് എക്സ് 3000 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് ആണ് എത്ര? 3000. അപ്പൊ സെക്കൻഡ് സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് എത്ര വരും? 10,000 മൈനസ് 3000 തന്നല്ലോ. അപ്പൊ എത്ര കിട്ടും? 7,000 കിട്ടും. അപ്പൊ നമുക്കൂടെ ആവശ്യം എന്ന് പറയുന്നത് ഈ ഇക്വേഷനിൽ ഒരേ ഒരു അൺനോൺ ക്വാണ്ടിറ്റി ഉള്ളൂ. ആരാണ്? എക്സ്. ഇവനെ കണ്ടുപിടിച്ചാൽ ഇവനാരാണ്? ഇവനാണ് എമൗണ്ട് ഡെപ്പോസിറ്റഡ് ഇൻ ദ ഫസ്റ്റ് സ്കീം. ആദ്യത്തെ സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടിന് നമ്മൾ റെപ്രസെന്റ് ചെയ്ത നെയിമാണ് ആര്? എക്സ്. അപ്പൊ കണ്ടുപിടിക്കേണ്ട എക്സ് ആണ്. അപ്പൊ സിംപ്ലിഫിക്കേഷൻ ഒരുപാട് മാർഗമുണ്ട്. അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഈ ഇക്വേഷനിലെ ഡിനോമിനേറ്റർ നമുക്ക് റിമൂവ് ചെയ്യണം, എലിമിനേറ്റ് ചെയ്യണം, ഇല്ലാതാക്കണം. ഇവിടെ ഡിനോമിനേറ്റർ ആരാണ്? 100. ഇവിടെ ഡിനോമിനേറ്റർ ആരാണ്? 100. ഇവിടെ ഡിനോമിനേറ്റർ ആരാണ്? ഇവിടെ ഡിനോമിനേറ്റർ ഇല്ല. ഡിനോമിനേറ്ററിലേക്ക് നമ്മൾ എത്ര ആയിട്ട് കണക്കാക്കും? 1 ആയിട്ട് കണക്കാക്കും. ശരിയെന്നല്ലോ. അപ്പൊ ഇവിടെ ഡിനോമിനേറ്ററിനെ എലിമിനേറ്റ് ചെയ്താൽ
ഡിനോമിനേറ്റർ ലിമിറ്റ് എന്താണ്? ആരാണ് 100? എന്നാ പിന്നെ ഇതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ന്യൂമറേറ്ററിൽ. അപ്പൊ ഇത് കട്ട് ചെയ്ത് പോയില്ലേ? ഇവിടെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അതേ 100 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. ശരിയല്ലോ? ഞാൻ ആ സ്റ്റെപ്പ് മൊത്തം എഴുതാൻ തീരുമാനിക്കുക. 100 ഇൻറ്റു 8x by 100. എന്താണ് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്? എന്നാലേ 100 കൂടി എന്ത് ചെയ്തു വെട്ടിപ്പോവുള്ളൂ. പ്ലസ് 90,000 മൈനസ് 9x by 100 ഇൻറ്റു ആരാണ് 100 ഈക്വൽസ്. ഇവിടെ ഈ ഈക്വേഷന്റെ ലെഫ്റ്റ് സൈഡിൽ ഈ പണി നമ്മൾ ചെയ്താൽ അതേ പണി എവിടെയും ചെയ്യണം, റൈറ്റ് സൈഡിലും ചെയ്യണം. അല്ലെങ്കിൽ അതിന്റെ വാല്യൂ വ്യത്യാസപ്പെട്ടു. ഒരു ഇക്വേഷനിൽ ഏതെങ്കിലും നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിന്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിലുള്ള എല്ലാ ടേംസിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ റൈറ്റ് സൈഡിലും ഞാൻ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോഴെന്നാ സംഭവിക്കുക? 100 അതിന്റെ 100 ക്യാൻസൽഡ്. 100 ഈ 100 ക്യാൻസൽ. റിമൈനിങ് 8x. പിന്നെ ഇവിടെ പറഞ്ഞ ആരാണ്? 90,000 മൈനസ് 9x ഈക്വൽസ് 100 ഇൻറ്റു 875. 875 100 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. 875 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? 875 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ 100ലെ 2 0 അങ്ങ് കൊടുത്താൽ മതി. ഓക്കെ, 10 കൊണ്ട് ഒരു നമ്പറിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ റൈറ്റ് സൈഡിൽ ഒരു 0 കൊടുക്കും. ഇവിടെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 0 കൊടുക്കും. എത്രയുള്ള വ്യത്യാസം? അപ്പോഴെന്നാ സംഭവിക്കുക? നമുക്കിനി ആവശ്യം എന്ന് പറയുന്നത് ഈ 90,000, നമുക്ക് എക്സിന്റെ വാല്യൂയാണ് നമുക്ക് ആവശ്യം. അപ്പോ എക്സിന്റെ ടേംസ് എല്ലാം ഒരിടത്ത് വരണം. 8x നെഗറ്റീവ് 9x നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ 2 നമ്പർ ആഡ് നമുക്ക് ആഡ് ചെയ്യാൻ കഴിയുന്നത് ആരെ ആഡ് ചെയ്യാൻ കഴിയുന്നത്? ആഡ് ചെയ്യാൻ കഴിയുന്നത് സെയിം ടേംസിന് ആഡ് ചെയ്യണം. സെയിം ടേംസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ ആൽജിബ്ര സെയിം ടേംസ് എന്ന് പറഞ്ഞാൽ സെയിം ടേംസ് സെയിം ടേംസ്. ഇപ്പൊ എക്സും സെയിം ടേംസ് ആണ്. എക്സിന്റെ ടേമും കൂടെ ആഡ് ചെയ്യാം. എക്സിന്റെ ടേം വൈയും കൂടെ ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ 8x നെഗറ്റീവ് 9x ഈ രണ്ടിനും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്യാൻ പറ്റും. 8xും നെഗറ്റീവ് 9xും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ 8x നെഗറ്റീവ് 9x ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഒന്ന് പോസിറ്റീവ് ആണ്, ഒന്ന് നെഗറ്റീവ് ആണ്. നമ്മൾ പറഞ്ഞതാണ് ഒരു പോസിറ്റീവ് നമ്പറും നെഗറ്റീവ് നമ്പറും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്താ ചെയ്യണത്? ടേക്ക് ദ സൈൻ ഓഫ് ദി ലാർജസ്റ്റ് ആൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദം. വലുതിന്റെ സൈൻ എഴുതണം. ആരാണ് ഇവിടെ വലുത്? നെഗറ്റീവ്. ഇവനാണ് വലുത്, അവന്റെ സൈൻ. എന്നിട്ട് 9x മൈനസ് 8 എത്ര? x. പിന്നെ 90,000 ഈക്വൽസ് എത്ര? 87,752. ഓക്കെ, ഇനി നമുക്കിവിടെ സംഭവിക്കുക എന്താണ്? ഒന്നുകിൽ നെഗറ്റീവ് എക്സിനെ ഇവിടെ ഇട്ടിരിക്കാം, ഇവനെ അപ്പുറത്ത് കൊണ്ടുപോകാം. അല്ലെങ്കിൽ ഇവനെ ഇവിടെ ഇട്ടിരിക്കാം, ഇവനെ ഇപ്പുറത്ത് കൊണ്ടുവരണം. നെഗറ്റീവ് എക്സിനെ നമുക്ക് എന്ത് ചെയ്യാം? അപ്പുറത്ത്. നമുക്കൊരു കാര്യം ചെയ്യാം, നെഗറ്റീവ് എക്സിനെ അപ്പുറത്ത് കൊണ്ടുപോകാം. അപ്പൊ എന്താ സംഭവിക്കും? നെഗറ്റീവ് എന്തായിട്ട് മാറും? പോസിറ്റീവ്. അതായിരിക്കും സൗകര്യം എന്ന് തോന്നുന്നു. അപ്പൊ 90,000 അവനെ ഇപ്പുറത്ത് കൊണ്ടുവരാം. അപ്പൊ സൈൻ 8750. അവൻ അപ്പുറത്തിന് ഇപ്പുറത്ത് സൈൻ ചേഞ്ച് ചെയ്ത് നെഗറ്റീവ് ആയി. അപ്പുറത്ത് പോസിറ്റീവ് ആയിരുന്നു, ഇപ്പുറത്ത് വന്നപ്പോ എന്തായി? നെഗറ്റീവ് ആയി. ഇവിടെ നെഗറ്റീവ് എക്സ് അപ്പുറത്ത് വരുമ്പോ എന്തായി മാറും? പോസിറ്റീവ് എക്സ്. ഇനി സിമ്പിൾ ആണ്. 90,000 മൈനസ് 87,500 മനസ്സിൽ കൂട്ടി നമുക്ക് പറയാൻ പറ്റും. 90,000-ന് 87,500 കുറയ്ക്കാൻ അറിയാം. കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 2,500 കിട്ടും. ഈക്വൽ ടു വാട്ട്? എക്സ്. 90,000-ന് 87,500 ആണ്. കുറയ്ക്കാൻ അറിഞ്ഞിടാത്തവര് കുറച്ചോളണം. 90,000 മൈനസ് 87,500 കുറയ്ക്കാൻ അറിയാമല്ലോ. 0 0 9 5 കുറച്ചാൽ എത്ര കിട്ടും? 10 5 കുറച്ചാൽ എത്ര കിട്ടും? 5. 9 7 കുറച്ചാൽ എത്ര കിട്ടും? 2. പിന്നെ ഇവിടെ 8 ഉള്ളു, 1 പോയിരുന്നു. 8 8 കുറച്ചാൽ ഇല്ല. അപ്പൊ 2,500 ഈക്വൽ ടു എക്സ്. വാട്ട് ഈസ് എക്സ്? നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടി. ആരാണ് എക്സ്? ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ദ ഫസ്റ്റ് സ്കീം ഈസ് റെപ്രസെന്റഡ് ബൈ എക്സ്.
ഫസ്റ്റ് സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്തതാണ് ഏതുകൊണ്ട് എക്സ്. ഒന്നാം സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് ആണ് എക്സ്. അപ്പൊ രണ്ടാം സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് എത്രയായിരിക്കും? 10,000 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ 10,000 നിന്നും 2,500 നമ്മൾ എന്ത് ചെയ്യും? മൈനസ് ചെയ്യും. അപ്പൊ എത്ര കിട്ടും? 7,500. ഓക്കെ, എഴുതും. അപ്പൊ ഇതിപ്പോ മായ്ക്കണ്ട എഴുതുന്നുണ്ടല്ലോ. യെസ്, അപ്പൊ നമ്മൾ പറഞ്ഞ ആൻസർ കിട്ടി കഴിഞ്ഞു. 2,500 ഈക്വൽ ടു എക്സ്. 2,500 എക്സ്. ആരാണ് എക്സ്? എക്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഒന്നാമത്തെ സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടിന് നമ്മൾ കൊടുത്ത പേരാണ് എക്സ്. ആ എക്സിന്റെ വാല്യൂ കിട്ടി. ഇനി രണ്ടാമത്തെ സ്കീമിൽ ഉള്ള ഡെപ്പോസിറ്റ് എമൗണ്ടിനെ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? അപ്പോ ദ എമൗണ്ട് deposited in the first scheme equal to എത്ര? എക്സ്. എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2,500 രൂപ. ഒന്നാമത്തെ സ്കീമിൽ ആൻസർ ആണ്, എഴുതിക്കൊള്ളണം. ഒന്നാമത്തെ സ്കീമിൽ നിക്ഷേപിച്ച തുക 2,500 രൂപ. അപ്പോ തിരിച്ചതേപോലെ the amount deposited in the second scheme equal to 10,000 minus 2,500 എന്ന് പറഞ്ഞാൽ എത്ര? 10,000-ന് 2,500 കുറച്ചാൽ മനസ്സിൽ കൂട്ടി പറയാം എത്രയാണ്? 7,500 രൂപ. രണ്ടാമത്തെ മലയാളം മീഡിയം എഴുതിക്കൊള്ളണം. രണ്ടാമത്തെ സ്കീമിൽ നിക്ഷേപിച്ച തുക സമം 7,500 രൂപ. ഓക്കെ, ശരി. അപ്പോ ഇത് എഴുതിക്കൊള്ളണം. ഇതാണ് ഇതിലെ ഫസ്റ്റ് ടോപ്പിക്. ഈ പ്രോബ്ലംസ് നമ്മളിപ്പോ ചെയ്ത 3 പ്രോബ്ലം 8ാം ക്ലാസ്സിലുള്ളതാണ്. 8ാം ക്ലാസ്സിലുള്ള പ്രോബ്ലം നമ്മളെ ഇക്വേഷന് ഒന്ന് എന്ത് ചെയ്യാൻ, നമുക്കൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി റിപ്പീറ്റ് ചെയ്യിച്ചിട്ടുള്ളതാണ്. അതിൽ നമ്മളിപ്പോൾ ചെയ്ത 8ാം ക്ലാസ്സിലെ പ്രോബ്ലമാണ്. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് 2 പ്രോബ്ലംസ് കൂടി ഉണ്ട്. അത് രണ്ടും നിങ്ങൾ ചെയ്യണം. ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാനിപ്പോൾ ഒരേ ടൈപ്പിലുള്ള 3 പ്രോബ്ലംസ് ചെയ്യിച്ചു. ആ 3 പ്രോബ്ലംസ് നന്നായി എഴുതി പഠിക്കുക. അത് പഠിക്കാൻ വലിയ പാടൊന്നുമില്ല. കാരണം 8ാം ക്ലാസ്സിൽ നിങ്ങൾ ഒരിക്കൽ പഠിച്ചതാണ്. അതിനെ ഒന്ന് റീവൈൻഡ് ചെയ്യുക എന്നുള്ളൊരു ജോലി മാത്രമാണ് നിങ്ങൾക്കുള്ളത്. അതിനുശേഷം നിങ്ങൾ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന 2 പ്രോബ്ലംസ് കൂടി ഉണ്ട്. അത് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യണം. ഹോംവർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഹോംവർക്ക് ചെയ്യുമ്പോൾ ആൻസർ ഷീറ്റിൽ കുറച്ച് സ്ഥലം വിട്ടിരിക്കണം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്തിരിക്കുന്ന ഹോംവർക്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ ഞാൻ അടുത്തതിന്റെ ആൻസർ കീ അയച്ചു തരും. ആൻസർ കീ അയച്ചു തരുമ്പോൾ അതിൽ ചെയ്തിരിക്കുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി, തിരുത്തി എഴുതാൻ വേണ്ടിയാണ് സ്ഥലം വിടാൻ പറഞ്ഞത്. 2 പ്രോബ്ലംസ് മലയാളം മീഡിയംകാരായിരുന്നാലും ശരി, ഇംഗ്ലീഷ് മീഡിയംകാരായിരുന്നാലും ശരി, പേജ് നമ്പർ 36 ക്വസ്റ്റ്യൻ നമ്പർ 4-5 ഹോംവർക്ക്. പേജ് നമ്പർ 36 ക്വസ്റ്റ്യൻ നമ്പർ 4 and 5 ഹോംവർക്ക്. ശരി, ഓക്കെ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്. നമസ്കാരം.